ഞാനപ്പോൾ ചെറിയൊരു വാക്കിങ്ങിന് ഇറങ്ങിയേക്കാട്ടാ. എൻ്റെ മാളും ബബലും ഉമ്മച്ചിയൊക്കെ ഉണ്ട് കേട്ടാ. നമ്മൾ ഉമ്മച്ചിയുടെ ചുരിദാർ തയ്ക്കാൻ കൊടുക്കാൻ പോവാണ്. ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കാം. ഒരു ഉള്ളുവഴി കൂടിയാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ മാളുവിനാണ് തയ്ക്കാൻ കൊടുക്കാൻ വീട് അറിയാൻ പാടുള്ളൂ. അപ്പം നമുക്ക് ഗൈഡ് ചെയ്യാനാട്ടോ മാളു വരുന്നത്. നമ്മൾ ഈ വഴിയൊക്കെ പോയിട്ട് ഒത്തിരി നാളായിരുന്നു കേട്ടോ. അപ്പോൾ മാളു ഉമ്മച്ചിക്ക് ഇങ്ങനെ ഇതാണ് ഉമ്മച്ചി ആ ചേച്ചിയുടെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊരു കുഞ്ഞൊരു സർപ്പക്കാവ് ഉണ്ടായിരുന്നു അവിടെ. മാളു ബബലുവിന് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോന്നിയൊരു കാര്യമാണ് കേട്ടോ. ആ കാണുന്നത് ഒരു കുഞ്ഞ് ഷോപ്പാണ് കേട്ടോ. ആ വീട്ടിൽ തന്നെ ഒരു ചെറിയൊരു കട സെറ്റപ്പ് ചെയ്തിട്ടിട്ട് അവർ. സംഭവം എന്തായാലും കൊള്ളാമല്ലേ. ഇതാണ് നമ്മൾ തയ്ക്കാൻ കൊടുക്കാൻ വന്ന വീട്. മാളുവിന് ഇവിടെയൊക്കെ ഭയങ്കര പരിചയമാണ് കേട്ടോ. ചെടി ആർക്കൊക്കെ പരിചയമുണ്ടോ? ഞങ്ങളിതുണ്ടല്ലോ, ഇതിൻ്റെ ഈ മുത്ത് പോലത്തെ സാധനം എടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലാക്കിയിട്ട് ബ്ലഡാന്ന് പറഞ്ഞുകൊണ്ട് പറ്റിക്കുമായിരുന്നു കേട്ടോ. കണ്ടോ, ശരിക്കും ബ്ലഡ് പോലെ ഇല്ലേ? നമുക്ക് ബബലുവിനെ പറ്റിച്ച് നോക്കാം. ബബലു ഉമ്മിൻ്റെ കൈ മുറിഞ്ഞ്. ബബലു ഉമ്മിൻ്റെ കൈ മുറിഞ്ഞ്. ഉമ്മിൻ്റെ കൈ മുറിഞ്ഞ്. ചോര താട്ടുമ്മിക്ക്. ഞാനാണെങ്കിൽ ഇവിടെ കിടന്ന് തകർത്ത അഭിനയം. ബബലു ആണെങ്കിൽ വഴി കൂടെ പോണ വണ്ടിയൊക്കെ നോക്കിക്കൊണ്ടാണ് നിൽക്കണേ. ചെറുക്ക തൊട്ടൊക്കെ നോക്കണ്ടായിരുന്നു. ഇനി ചോര തന്നെയാണോ എന്നുള്ള ഡൗട്ടിലൊക്കെ. ബബലുവിന് കാര്യമായിട്ടുള്ള റിയാക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ഇതിൻ്റെ പേരറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ആ ചെടി നല്ല രസം നിൽക്കണ കാണാൻ. ഞാൻ ശരിക്കും വിചാരിച്ചു ഇതാണ് ലാസ്റ്റ് വീട്, അങ്ങോട്ട് ഇനി കൃഷിയും കാര്യങ്ങളും മാത്രമാണ്. പക്ഷെ മാള് പറയണ്ട ഇനി അകത്തോട്ട് കുറേ വീടുകളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്ര അകത്തോട്ട് വരുന്നത്. ഈ ഫ്രൂട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക്? ഞങ്ങളിവിടെ ബബ്ലൂസ് നാരങ്ങ കേട്ടോ ഇതിനെ പറയുന്നത്. തയ്ക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഞങ്ങളപ്പോൾ വീട്ടിലോട്ട് തിരിച്ചു പോകാം കേട്ടോ. അപ്പോൾ മാളുവിനെ ബബ്ലു ചിറ്റാന്നാട്ടോ വിളിക്കണത്. കുറച്ച് നേരം ബബ്ലു മാളുവിൻ്റെ കൈയൊക്കെ പിടിച്ച് നടന്നെങ്കിൽ പയ്യെ അവൻ എൻ്റെ ഒക്കത്തോട്ട് കയറി കേട്ടോ. ലാസ്റ്റ് സന്ധ്യ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ തിരിച്ചെത്തിയപ്പോഴത്തേക്കും. അപ്പോൾ അതേ പറമ്പിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ വീട് വരുന്നത്. ഈ മതിലൊക്കെ കാണിച്ചിട്ട് ഞാൻ പറയുന്നത് ഇത് ചാടി വേഗം പോയിരുന്നു, നമുക്ക് വീട്ടിൽ വേഗം എത്താറുന്നു നാട്ടാ പോണത്. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ തുണിക്കട, ഷക്കീർ കട, ഷെമീന ടെക്സ്റ്റൈൽസ്. ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് പോണ വഴി. കണ്ണൻ സൂപ്പർ ജെറ്റായിട്ട് സൈക്കിൾ ഔട്ട് വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ഷാൻചേച്ചിയുടെ പിറന്നാളായതുകൊണ്ട് അമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പോകാൻ ഇറങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് മാള് വേഗം ബബലുവിനായിട്ട് നടന്നായിരുന്നു. ചാരു ടാറ്റ. ചാരു ടാറ്റന്നെ. ചാരു ടാറ്റന്നെ. ബബലു ചാരുവിന് ഉമ്മടുത്തേ. ഉമ്മടുത്തേ. ചാരു ബബലുവിന് ഉമ്മടുക്കണം. അമ്മു ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോയി. രാത്രി ഇപ്പം ഞങ്ങൾ പിന്നെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയിരുന്നു. ഞാനും ലാലയും കൂടി ആയിട്ടാണ് പോണത്. ലാലയുടെ സ്കൂട്ടറുമായിട്ടാണ് ഞങ്ങൾ പോണത്. പോണ വഴിക്കൊരു കല്യാണ വീട് കണ്ടപ്പോൾ നൈസായിട്ട് അവിടെ കയറിയാലോ എന്നൊരു ആലോചനയൊക്കെ വന്നെങ്കിലും പിന്നെ ഇങ്ങനെ വേണ്ടാന്നൊക്കെ വിചാരിച്ച് നമ്മളപ്പോൾ അത്താണി അൽഡ്രീമിലോട്ടാട്ടോ പോണത്. നൈറ്റ് മന്തി ആക്കിയാലോ എന്നൊരു പ്ലാൻ. അങ്ങനെ നേരെ നമ്മൾ അത്താണി എത്തിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് നമ്മൾ എത്തിയത് എന്താ വന്നു റെഡ് സിഗ്നൽ. അത് കഴിഞ്ഞ് നമ്മൾ സിഗ്നലിൽ കുറച്ച് നേരമൊക്കെ നിന്ന് ഞാൻ അതിൻ്റെ ഇടയിൽ എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തന്നെ ഓർമ്മയില്ല ഞാൻ എന്തെന്നാണ് പറഞ്ഞതെന്ന്. പിന്നെ നമുക്ക് ഗ്രീൻ ലൈറ്റൊക്കെ വന്ന് നമ്മൾ അവിടെ നിന്ന് പോയി. അൽഡ്രീം എത്തിയതും ഇപ്പോൾ തിരക്കൊക്കെ കുറവായിരിക്കും എന്ന് ഓർത്തിട്ട് ഇവിടെ തിരക്കൊക്കെ എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. നേരെ ചെന്നെടുക്കുന്നത് പെപ്സി കേട്ടോ. പെപ്സി ഇല്ലാണ്ട് എന്ത് മന്തിയില്ലേ. അങ്ങനെ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ മന്തിയൊക്കെ വാങ്ങാൻ നിന്ന് മന്തി കൈ കിട്ടിയതും നമ്മളവിടെ നിന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. ഇക്കാക്കൊരു സുലൈമാനി പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്താണിയിലെ എയർപോർട്ടിൻ്റെ അവിടെ പോണ വഴിക്കുള്ള ഒരു ടീ ഷോപ്പിൽ കയറിയായിരുന്നു. ഞാൻ ഒരു കാടമുട്ട റോസ്റ്റും കഴിച്ചായിരുന്നു. ഇക്കാക്ക സുലൈമാനി കുടിച്ചിരുന്നു. പുതിനയും ഗ്രാമ്പൊക്കെ ഇട്ടൊരു ടീ. എനിക്ക് ടീനോട് ചെറുപ്പം മുതലേ താല്പര്യമില്ല കേട്ടോ. വീട്ടിലെത്തിയ ഉടനെ തന്നെ പെപ്സി പൊട്ടിക്കുന്നു, ഒഴിക്കുന്നു, കുടിക്കുന്നു, കഴിക്കുന്നു. അപ്പം അത്രയ്ക്കുള്ളൂ. ബായ്.